പശ്ചിമ ബംഗാളിലെ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ, മുസ്ലിം ലീഗുകാരനും ഒന്ന് പോകണം. എന്താണെന്നറിയോ? ഒരു കാലത്ത് മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, യുപിയിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും അതുപോലെ തന്നെ ബീഹാറിലുമൊക്കെ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. പല സ്ഥലത്തും മുസ്ലിം ലീഗ് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചതാ. പശ്ചിമ ബംഗാളിൽ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു. 14 MLA-മാരും 3 മന്ത്രിമാരും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ്. അറിയോ എന്താ സംഭവിച്ചത്? കണ്ണൂർ ജില്ലയിലെ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പ്രദേശങ്ങളിലൊക്കെ സംഭവിക്കുന്നത് പോലെ സംഭവിച്ചു. നമുക്കറിയില്ല, കണ്ണൂർ ജില്ലയിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് CPM എന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ? മുസ്ലിം ലീഗുകാർക്ക് പ്രത്യേകിച്ച് അറിയാം, കോൺഗ്രസുകാർക്കൊക്കെ. തെരഞ്ഞെടുപ്പിന്റെ അന്ന് CPM ഉപയോഗിക്കുന്ന ഒരു ആയുധമുണ്ട്. നമ്മുടെ നാട്ടിൽ അതിന് പച്ച മലയാളത്തിൽ നായിക്കുർണ എന്ന് പറയും. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ ബൂത്തിന്റെ മുന്നിൽ CPM-കാരുണ്ടാവും. UDF ഏജന്റുമാരുടെ കോളറിനകത്തേക്ക് കുറച്ച് നായിക്കുർണപ്പൊടി CPM-കാർ ഇട്ടു കൊടുക്കും. പിന്നെ 3 ദിവസം കഴിഞ്ഞാലാ കോൺഗ്രസുകാരും CPM-കാരൊക്കെ വീട്ടിൽ നിന്ന് പുറത്തു വരാറുള്ളത്. ചൊറിഞ്ഞുകൊണ്ട് ഓടും. ഇത് തന്നെയാ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്. 33 വർഷത്തെ CPM-ന്റെ ഭരണം അവിടെ മുസ്ലിം രാഷ്ട്രീയത്തെ, മുസ്ലിമിന്റെ സംഘടിത ശക്തിയെ തകർത്തു കളഞ്ഞു. നിങ്ങളറിയോ, ഏറ്റവും കൂടുതൽ ഖബർസ്ഥാൻ പൂട്ടിക്കിടക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ 33 വർഷം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ. ഏറ്റവും കൂടുതൽ പള്ളികൾ പൂട്ടിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരൻ 33 വർഷക്കാലം ഭരണം നടത്തിയ പശ്ചിമ ബംഗാൾ. ടാറിട്ട റോഡ് എവിടെ അവസാനിക്കുന്നോ അവിടെ മുസ്ലിങ്ങൾ. ഇലക്ട്രിക് പോസ്റ്റ് എവിടെ അവസാനിക്കുന്നോ അവിടെ മുസ്ലിങ്ങൾ. സ്കൂളുകളില്ലാത്ത, കോളേജുകളില്ലാത്ത, അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഗ്രാമങ്ങളുണ്ടെങ്കിൽ, പട്ടണങ്ങളുണ്ടെങ്കിൽ അത് മുസ്ലിമിന്റേതാ. നഴ്സറി ക്ലാസ്സിൽ പഠിക്കേണ്ട പ്രായത്തിൽ ചാറ്റർജിമാരുടെയും മുഖർജിമാരുടെയും ഹോട്ടലുകളിൽ വെച്ചിലെടുക്കാൻ വിധിക്കപ്പെട്ട പിഞ്ചുകുട്ടികൾ ജീവിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ 33 വർഷക്കാലം കമ്മ്യൂണിസ്റ്റുകാരൻ ഭരിച്ച, ചെങ്കൊടി ഭരിച്ച പശ്ചിമ ബംഗാൾ. എന്നിട്ട് ഇപ്പോഴും കുറെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ വെറുതെ അവർ സമയം ഇങ്ങനെ വേസ്റ്റാക്കുക. അവര് നിങ്ങളെ ഉപയോഗിക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ പുരോഗതിക്കല്ല. മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയാണ് എന്തെങ്കിലും ചെയ്യുന്നത് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. കൊല്ലാൻ അവർക്ക് നിങ്ങളെ വേണം, ചാവാൻ നിങ്ങളെ വേണം, ബോംബുണ്ടാക്കാൻ നിങ്ങളെ വേണം, അവർക്ക് പോസ്റ്റ് ഒട്ടിക്കാൻ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരെ വേണം. അതുകൊണ്ട് CPM-ൽ ചെങ്കൊടിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന, വിപ്ലവം വരും, 100 പൂക്കൾ വിരിയും എന്ന് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങളുടെ സമയം വേസ്റ്റാക്കണ്ട, നിങ്ങളുടെ സമയം കളയണ്ട. വെറുതെ ഇതൊന്നും നടക്കാൻ വേണ്ടി പോകുന്നില്ല. വെറുതെ പറഞ്ഞ് പറ്റിക്കുക. ഇത് ഞങ്ങൾ വെറുതെ പറയുന്നതാണ്. നിങ്ങൾ നാദാപുരത്തെത്തുമ്പോ CPM-ന്റെ സ്വഭാവം നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. പരിശുദ്ധ ഖുർആൻ കത്തിക്കുന്നവർ CPM, പള്ളിയിൽ കയറി മലമൂത്ര വിസർജനം നടത്തുന്നവർ CPM, സ്ത്രീകളെ ആക്രമിക്കുന്നവർ CPM, കൊള്ളയടിക്കുന്നവർ CPM. പാറക്കടവ് നേരത്തെ ഒരു സംഭവം പറഞ്ഞു ആറൂൺ സാഹിബ്. ചില CPM-കാരെ മൂട്ടക്കടിക്കുന്ന സാധനം ഉണ്ടല്ലോ, പിഫ് ആൻഡ് പിഫ് എന്നതിന്റെ പേര്, എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇതിന്റെ സ്മെല്ല് എന്താ സംഭവം? പാറക്കടവ് കലാപമുണ്ടായപ്പോ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ചു. സ്പ്രേ ആണെന്ന് കരുതി ഈ സാധനം ശരീരം മുഴുവൻ അടിച്ചിട്ട് വന്നപ്പോ മൂട്ടയെയും കൂറയെയും മണക്കുന്നു. അറിയോ നിങ്ങൾ? കൊള്ളയടിക്കുന്ന പാർട്ടി. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ നാദാപുരം മേഖലയിൽ CPM-കാരെ കൊള്ളയടിച്ചത് 50 വീടുകളാ. ഒരള് കയറ്റിക്കൊണ്ടുപോകുന്ന പാർട്ടിക്കാരെ നമ്മൾ ദുനിയാവിൽ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരള് കൊള്ളയടിക്കുന്ന പാർട്ടിക്കാരെ. നാദാപുരത്ത് CPM. ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് മേഖലകളിൽ മാത്രം CPM-കാരൻ എറിഞ്ഞു തകർത്തത് 11 പള്ളികളല്ലേ? എന്താ പള്ളി CPM-ൽ ഒരു ചെയ്ത തെറ്റെന്താ? അല്ലെങ്കിൽ നിസ്കരിക്കുന്നത് എന്താ CPM-ന് ഇത്ര ബേജാർ? നിങ്ങൾ മതേതര പാർട്ടിയാണല്ലോ, നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ സംരക്ഷണം അവകാശപ്പെടുന്ന പാർട്ടിയാണല്ലോ, അല്ലേ? മലപ്പുറത്തെത്തുമ്പോ ആലി മുസ്ലിയാർ CPM-ന്റെ നേതാവ്, വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി CPM-ന്റെ നേതാവ്, മമ്പറം സൈദലവി തങ്ങൾ CPM-ന്റെ നേതാവ്, വെളിയങ്കോട് ഉമർ ഖാദി നഗർ, ഞാൻ കണ്ടതാ, DYFI-യുടെ ബ്ലോക്ക് സമ്മേളനം, വെളിയങ്കോട് ഉമർ ഖാദി നഗർ
CPM-ന്റെ സമ്മേളനം. കുഞ്ഞാലി മരക്കാർ CPM-ന്റെ നേതാവ്. പിന്നെ എന്തിനാണോ CPM-കാര് നിങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പള്ളികൾ നിങ്ങൾ എറിഞ്ഞു തകർക്കുന്നത്? RSS ആണെങ്കിൽ പ്രശ്നമില്ല. RSS ആണ് ഇത്. ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തോട് ഞങ്ങൾക്കാണ് ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുക, മറുഭാഗത്ത് മുസ്ലിങ്ങളുടെ പള്ളി എറിഞ്ഞു തകർക്കുക. ഒരു ഭാഗത്ത് മുസ്ലിം സമുദായത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ മറുഭാഗത്ത് മുസ്ലിം സമുദായത്തിന്റെ സംഘടിത ശക്തിയെ മുഴുവൻ തകർത്ത് ഒന്നുമല്ലാത്ത രൂപത്തിലാക്കുക. ഞങ്ങൾക്ക് ഈ മുസ്ലിം സമുദായത്തില് CPM-ൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമുദായത്തിലെ ആളുകളോട് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് എന്താണെന്നറിയോ? ഒന്നുകിൽ CPM നക്കിക്കൊല്ലും, അല്ലെങ്കിൽ CPM ഞെക്കിക്കൊല്ലും. അതിലൊരു സംശയം വേണ്ട. കൂത്തുപറമ്പ് അടിയാറപ്പാറ പള്ളിയിലെ ജനങ്ങള് കമ്മ്യൂണിസ്റ്റുകാരെ നിങ്ങളോട് ചെയ്ത തെറ്റെന്താ? ഇതന്നെയാ പ്രശ്നമോ? SDPI പൊതുയോഗം വെക്കുമ്പോ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ? മുസ്ലിം ലീഗ് തലചൊറിയും, കോൺഗ്രസുകാരൻ തലചൊറിയും. ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തലചൊറിയാൻ ഞങ്ങൾക്ക് മനസ്സില്ല. കൃത്യമായി സത്യം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ ഞങ്ങൾ വിളിച്ചു പറയും. അത് തന്നെയാ ഞങ്ങളുടെ പ്രശ്നം. കൂത്തുപറമ്പ് അടിയാറപ്പാറ വളരെ ചെറിയൊരു പ്രദേശ അല്ലേ? നിങ്ങൾക്കൊക്കെ അറിയാം. നിങ്ങൾ അടുത്ത പ്രദേശ 100-100 കുടുംബങ്ങൾ നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്രാമ്പി ഉണ്ടാക്കിയപ്പോ CPM-കാരന്റെ തിട്ടൂരം എന്താണെന്നറിയോ? നിസ്കരിക്കാൻ പാടില്ല. മതേതര പാർട്ടി, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം, എന്നിട്ടോ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല. മുസ്ലിം ലീഗുകാർ പോയി തലചൊറിഞ്ഞു. മുസ്ലിം ലീഗുകാർ തലചൊറിഞ്ഞു. ശശിയേട്ട ആരാ? ശശി അറിയില്ല നിങ്ങൾക്ക്? ഒരു കാലത്ത് CPM-ലെ കിരീടം വെക്കാത്ത സുൽത്താനായിരുന്നു നമ്മുടെ P. ശശി. ഒരുപക്ഷെ 2 വർഷവും കൂടി ഈ P. ശശി CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി ഇരുന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അംഗൻവാടി തുടങ്ങേണ്ട ഗതികേടിലേക്ക് CPM എത്തുമായിരുന്നു. DYFI-കാരന്റെ ഭാര്യമാര് പ്രസവിക്കാൻ, രക്തസാക്ഷികളുടെ ഭാര്യമാരൊക്കെ പ്രസവിക്കാൻ വേണ്ടി തുടങ്ങി. പരിയാരം മെഡിക്കൽ കോളേജ് അവർക്ക് വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി CPM-കാരൻ. അപ്പോഴാണ് ശശിയെ മാറ്റേണ്ടി വന്നത്. ശശിയേട്ടനോട് പോയിട്ട് പറഞ്ഞു മുസ്ലിം ലീഗുകാര്, ശശിയേട്ട ചെറിയ പള്ളിയല്ലേ, ഞങ്ങൾക്ക് ഒന്ന് നിസ്കരിക്കാൻ വിട്ടൂടെ? ശശി പറഞ്ഞു നിസ്കരിക്കാൻ പാടില്ല. നിങ്ങൾ അവിടെ നിസ്കരിച്ചാൽ CPM-കാരൻ മുഴുവനും RSS ആകും. പിന്നെ എന്തിനാണോ നിങ്ങൾക്കൊരു പാർട്ടി? ഒരു നിസ്കാര പള്ളിയിൽ കയറി മുസ്ലിങ്ങൾ നിസ്കരിച്ചാൽ നിങ്ങളുടെ പാർട്ടിയിൽ ആള് നിൽക്കാതെ RSS-ലേക്ക് പോകുമെങ്കിൽ എടോ CPM-കാരാ, അവർ RSS-ലേക്ക് പോകുന്നതല്ലേ നിങ്ങൾക്ക് നല്ലത്? എന്തിനാ നിങ്ങളുടെ പാർട്ടിയിൽ ഇങ്ങനെ കുറെ എണ്ണം? P. ശശി പറഞ്ഞ മറുപടിയാ. അവസാനം P. ശശി മാറി നമ്മുടെ ജയരാജൻ വന്നു. ജയരാജൻ വന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയാ? പുതിയ മസല. എന്താ മസല? ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചോ, ജമാഅത്ത് നിസ്കാരം പാടില്ല. ജമാഅത്തായി നിസ്കരിച്ചാൽ എന്താ CPM-കാരന്റെ പ്രശ്നം? നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കണം. വെറുതെ ഇങ്ങ് പറഞ്ഞു പോയാ പോരാ. ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ നിലപാടല്ല ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. മുസ്ലിം ലീഗിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് ഞങ്ങൾക്ക്. മുസ്ലിം ലീഗിനോട് ചിലപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞാൽ അവർ മിണ്ടാതിരിക്കും, ഞങ്ങൾക്കറിയാം. പക്ഷെ ഞങ്ങൾക്കത് പറ്റില്ല. ഞങ്ങളൊരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാന. കാര്യങ്ങൾ കൃത്യമായി വസ്തുനിഷ്ഠമായി തുറന്നു പറയും ഞങ്ങൾ. ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പാടില്ല, ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചോ. പറയുന്നത് ആരാന്നറിയോ? RSS അല്ല പറയുന്നത്, CPM. അവസാനം അവിടെയുള്ള ആളുകൾ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കാൻ വേണ്ടി തുടങ്ങി. നോമ്പ് വന്നു, റമദാൻ വന്നപ്പോ ആളുകൾ വീണ്ടും ചോദിച്ചു, ജയരാജേട്ടാ നോമ്പല്ലേ, റമദാനല്ലേ, ഞങ്ങൾക്ക് ജമാഅത്തായിട്ട് നിസ്കരിച്ചൂടെ? ഞങ്ങളെ വിട്ടൂടെ ജമാഅത്തായി നിസ്കരിക്കാൻ? കാല് പിടിക്കുകയാണ് നിസ്കരിക്കാൻ വേണ്ടി. മുസ്ലിങ്ങൾ ഒരു നിസ്കാരപ്പള്ളി ഉണ്ടാക്കി വെച്ചിട്ട് നമസ്കരിക്കാൻ വേണ്ടി CPM-കാരന്റെ കാല് പിടിക്കുന്ന ഗതികേടിലേക്ക് ഈ അടിയാറപ്പാറ പ്രദേശത്തെ മുസ്ലിങ്ങൾ എത്തി നിൽക്കുമ്പോ, എടോ മുസ്ലിം ലീഗുകാരെ, നിങ്ങളോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളതാ, എന്ത് തീവ്രവാദത്തെക്കുറിച്ചാ നിങ്ങൾ ഈ പറയുന്നത്? എന്ത് തീവ്രവാദത്തെക്കുറിച്ചാ നിങ്ങൾ ആയത്തോതുന്നത്? എന്തിനാ നിങ്ങൾ ഹദീസോതുന്നത്? അവിടെ എന്താ നിലപാട് സ്വീകരിക്കേണ്ടത്? നിസ്കരിക്കാൻ പാടില്ല. അവസാനം ജയരാജൻ പറഞ്ഞു, എന്നാ നോമ്പല്ലേ, തൽക്കാലം 1 മാസം നിസ്കരിച്ചോ. പെരുന്നാളിന്റെ തക്ബീർ കേട്ടാൽ അവസാനിപ്പിച്ചോളണം നിസ്കാരം. പിന്നെ മിണ്ടാൻ പാടില്ല. പിന്നെ വീണ്ടും ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചോളുക. എന്നിട്ട് കുറെ മുസ്ലിങ്ങൾ ഇളിച്ചുകൊണ്ട് ഇങ്ങനെ ആ